ഹലോ ലോയ്റ്റ് und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സ്പ്രാവ് ബൗസ്റ്റൈൻ്റെ ഉത്തരങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ശരിയാണല്ലോ, എല്ലാത്തിനും ചേരുമല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇത് മിക്കവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സ്പ്രാവ് ബൗസ്റ്റൈൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് മാർക്സ് സ്കോർ ചെയ്യാമെന്നും ഈസി സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് കളയാതിരിക്കാനുള്ള ടിപ്സ് എന്താണെന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ 2 ടൈൽസ് ആണ് നമുക്ക് സ്പ്രാവ് ബൗസ്റ്റൈൻ ഉള്ളത് അല്ലേ, 2 സെക്ഷനാണ് ഉള്ളത്. അപ്പം ആദ്യത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അത് മെയിൻലി നമ്മൾ ഗ്രാമർ എത്ര പഠിച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു സെക്ഷനാണ്. ടൈൽ 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ ABCD ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് മാർക്ക് ചെയ്യുക. പക്ഷേ ടൈൽ 2 കുറച്ചുകൂടെ പാടാണ്. ടൈൽ 2 എന്താണ്? ടൈൽ 2-ൽ നമ്മുടെ വേർഡ്, വൊക്കാബുലറി, ഗ്രാമർ എല്ലാം ചെക്ക് ചെയ്യും അവർ. മാത്രമല്ല ഒരു ചോദ്യത്തിന് 4 ഉത്തരം അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യല്ല, മൊത്തത്തിൽ ഒരു 15 ഉത്തരങ്ങൾ തന്നിട്ട് എല്ലാത്തിനും ഉള്ളത് ആ 15 ലിസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം 4 എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടായിരിക്കും 15 എണ്ണത്തിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഇതിൽ നമുക്ക് ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു 20 to 25 മിനിറ്റ്സ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് നമ്മുടെ ലേസൺ ടൈലിൻ്റെ 90 മിനിറ്റുള്ള 90 മിനിറ്റ്സിൻ്റെ ലേസൺ ടൈലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ലേസൺ ചെയ്ത് ലാസ്റ്റ് സ്പ്രാവ് ബൗസ്റ്റൈന് സമയമില്ലാണ്ടാവരുത് കേട്ടോ. നമുക്ക് ടൈൽ 1 ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ടൈൽ 1 മിക്കപ്പോഴും ഒരു ഇമെയിലോ ലെറ്ററോ അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസ് എന്തെങ്കിലും ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഓരോ ഉത്തരത്തിനും അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങളുണ്ടാവും. ഇതിനകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം കറക്റ്റ് ഏതാണെന്ന്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഷ് ഇൻട്രസിയർ മിഷ് ഡാഷ് ഡേൻ ഡോയ്ച്ച് കോഴ്സ്. B1 എക്സാം ചെയ്യുമ്പോൾ ലേസൺ വായിച്ച് അർത്ഥം മനസ്സിലാവാത്തതൊക്കെ വീണ്ടും പോയി വായിച്ച് സമയം കളഞ്ഞ് ലാസ്റ്റ് സ്പ്രാവ് ബൗസ്റ്റൈൻ തിരക്കിട്ട് ചെയ്യരുത്. ഇതിന് കുറച്ച് സമയം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡു നോട്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ലേസൺ ആൻഡ് റഷ് സ്പ്രാവ് ബൗസ്റ്റൈൻ. ഇനി നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഉത്തരം നോക്കാം. ഇഷ് ഇൻട്രസിയർ മിഷ് ഡാഷ് ഡേൻ ഡോയ്ച്ച് കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഫ്യോറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അന്നാവാഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മെറ്റാവാഞ്ഞതെന്നൊക്കെ നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇൻട്രസിയറൻ എന്ന വാക്കിൻ്റെ കൂടെ എന്ന വേർബിൻ്റെ കൂടെ എപ്പോഴും ഫ്യോറാണ് വരിക. അത് അക്യൂസാറ്റീവ് ആണ്. ഓക്കെ, ഇഷ് ഇൻട്രസിയറെ മിഷ് റിഫ്ലെക്സീവ് പ്രൊനോമനാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമറൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ഗ്രാമാറ്റിക് വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഗ്രാമർ പഠിച്ചതുകൊണ്ട് ഫ്യോറാണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് നമ്മൾ വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും, ഗ്രാമർ അറിയില്ലെങ്കിലും ഇത് ഫ്യോറാണെന്ന് നമുക്ക് തോന്നും. ഇഷ് ഇൻട്രസിയറെ മിഷ് ഫ്യോർ ഡേൻ ഡോയ്ച്ച് കോഴ്സ്. എന്തുകൊണ്ടാണ് അന്നാവാഞ്ഞേ മെറ്റാവാഞ്ഞേ എന്നുള്ളതിൻ്റെ റീസൺ അറിഞ്ഞില്ലെങ്കിലും ആ ഒരു പ്രാക്ടീസിൻ്റെ ശീലം കൊണ്ട് ഫ്യോറിന് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. സ്പ്രാവ് ബൗസ്റ്റൈനിൽ സ്ഥിരമായിട്ട് എക്സാം പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വരിക. സെൻറ്റൻസസ് വേറെ ആയിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലത്തെ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചൊരു പാറ്റേൺ പഠിച്ചു പോയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എളുപ്പത്തിൽ കിട്ടുന്ന മാർക്ക് നമ്മൾ കളയരുത് ഒരിക്കലും. കാരണം അല്ലാണ്ട് തന്നെ മാർക്ക് പോകാൻ വേറെ 100 സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്നൊരു പാറ്റേൺ എന്താണ്? നമ്മളിവിടെ വിച്ച് ഗ്രാമർ അപ്പിയേഴ്സ് മോസ്റ്റ് ഓഫൺ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് വേർബ് പ്ലസ് പ്രെപ്പോസിഷൻ കോമ്പിനേഷൻസ്. വളരെ കോമൺ ആയിട്ട് വരുന്നത്, സ്ഥിരമായിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് അത് മാത്രം പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിഷ് ഫ്രോയിൻ ഓഫ് അല്ലെങ്കിൽ ഊബർ. ടൈൽ നെയിമൻ അൻ. സിഷ് ഫ്രോയിൻ ഓഫ് അല്ലെങ്കിൽ ഊബർ. ടൈൽ നെയിമൻ അൻ. ഡെങ്കൻ അൻ. വാട്ടൻ ഓഫ്. സിഷ് ബെവേബൻ അബ്ഹെങ്ങൻ ഫൺ. അബ്ഹെങ്ങിഷ് എന്നായിരിക്കും സെൻറ്റൻസിൽ വരുമ്പോൾ മിക്കതും വരിക. അപ്പം ഇതുപോലത്തെ സ്ഥിരമായിട്ട് വരുന്ന കോമ്പിനേഷൻസ് പഠിച്ചു വയ്ക്കുക. ഇത് കൂടാതെ ഇൻട്രസിയറൻ, ഹെൽഫൻ, ഷെങ്കൻ ഇങ്ങനത്തെ വാക്കുകളും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത് കൺജങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ അതിനെ. അപ്പോൾ കൺജങ്ഷൻസ് എന്ന് വെച്ചാൽ 2 സെൻറ്റൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാക്കാണ് കൺജങ്ഷൻ. നേബൻ സാറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം വൈൽ, ദസ്, ഒബ്വോൾ ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ വേർബിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? അത് വേർബ് ആം എൻ്റെ ആണല്ലേ, നമ്മൾ ഗ്രാമറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ എങ്ങനെയാണ്? ഇഷ് ലേർne ഡോയ്ച്ച്
weil ich in Deutschland arbeiten möchte. അപ്പം ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് ഇഷ് ലേണെ ഡോയ്ഷ് എന്നാണ്. അടുത്ത സെൻറ്റൻസ് എന്തായിരുന്നു? ഇഷ് മോഷ്ട ഇൻ ഡോയ്ച്ച്ലാൻഡ് ആർബൈറ്റൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ വൈൽ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ കോമ കഴിഞ്ഞിട്ട് വൈൽ വരും. അപ്പോൾ വൈൽ ഇവിടെ വന്നുകൊണ്ട് തന്നെ വേർബിൻ്റെ സെക്കൻഡ് പൊസിഷൻ അല്ല, വേർബിൻ്റെ പൊസിഷൻ അപ്പോൾ ഇവിടെ നെയ്ബൻ സാറ്റ്സിൽ കേട്ടോ. ആദ്യത്തെ സെൻറ്റൻസിൽ സെക്കൻഡ് പൊസിഷൻ തന്നെയാണ് വേർബിന്. രണ്ടാമത്തെ സെൻറ്റൻസിൽ വേർബ് എങ്ങോട്ട് പോവും? അവസാനത്തേക്ക് പോവും. അപ്പോൾ ഇവിടുത്തെ വേർബ് ഏതാണ്? ആർബൈറ്റൻ മോസ്റ്റ്. രണ്ട് വേർബ് ഉണ്ട് അല്ലേ? മൊഡാൽ വേർബും ഉണ്ട്, അല്ലാതെ ഒരു നോർമൽ വേർബും ഉണ്ട്. രണ്ട് വേർബും വേർബ് കോമ വേർബ് എന്നാണ് ഇവിടെ ഗ്രാമാറ്റിക് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഉറപ്പായിട്ടും നെയ്ബൻ സാറ്റ്സ് കണക്ടർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ പാറ്റേൺസ് ഉറപ്പായിട്ട് വരുന്നുള്ളത് പഠിച്ചു പോവുക. നമ്മൾ പഠിച്ചിട്ടുള്ള കേസസ് അവർ ചെക്ക് ചെയ്യും. അക്യൂസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ് ഒക്കെ. ഗെനറ്റീവ് ഒന്നും B1 ലെവലിൽ വരില്ല കേട്ടോ. അക്യൂസാറ്റീവും ഡാറ്റീവേ വരുള്ളൂ. അപ്പം ഒരു എക്സാമ്പിൾ എങ്ങനെയാണ്? ഇഷ് ഫാരെ മിറ്റ് ഡാഷ് ബുസ്. അപ്പം ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ അറിയണം? ബുസ്സിൻ്റെ ആർട്ടിക്കിൾ അറിയണം അല്ലേ? ബുസ്സിൻ്റെ ആർട്ടിക്കിൾ അറിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ബുസ് എന്ന് വെച്ചാൽ എന്താണ്? ഡെയർ ബുസ്സാണ്. പിന്നെ ഇവിടെ മിറ്റ് വന്നു. മിറ്റ് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ വന്നാൽ എന്തായിരിക്കും അടുത്തത്? മിറ്റ് ഡാറ്റീവിൻ്റെ കൂടെയല്ലേ? നമ്മൾ ഡാറ്റീവ് പ്രപ്പോസിഷൻസ് പഠിച്ചിട്ടില്ലേ? മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്, ഒരു പാട്ട് പോലെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. ഓസ് ബൈ മിറ്റ് ന സൈറ്റ് ഫോൺ അബ് ഉൻസു. അപ്പം മിറ്റ് ഡാറ്റീവ് ആയതുകൊണ്ട് ഡെയർ ബുസ്സാണെന്ന് നമുക്കറിയാം. അപ്പം ഡാറ്റീവിലേക്ക് മാറുമ്പോൾ അത് ഡേം ബുസ്സാവും. ഈ കേസുകളിൽ നമുക്ക് കറക്റ്റ് ഗ്രാമർ അറിഞ്ഞാൽ തന്നെയുള്ളൂ മിറ്റ് വരുമ്പോൾ ഡേം ആവും എന്ന് പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ബസ്സിൻ്റെ ആർട്ടിക്കിളും കൂടെ അറിയണം നമുക്ക്. ആർട്ടിക്കിൾസ് ആൻഡ് അഡ്ജക്റ്റീവ് എൻഡിങ്സ്. ദസ് ഇസ് ഐം ഡാഷ് ഔട്ടോ. അപ്പം പുതിയൊരു വണ്ടിയാണെന്നാണ് പറയുന്നത്. നോയസ് ആണോ, നോയാണോ, നോയനാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ദസ് ഔട്ടോ എന്ന് നമുക്കറിയണം അല്ലേ? അപ്പോൾ ദസ് ഔട്ടോ ആണ്. ആർട്ടിക്കിൾ എന്താണ്? ദസ്സാണ്. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ നോയസ് ഔട്ടോ, കാരണം ഈ എസ് ആണ് ഇങ്ങോട്ട് എടുത്ത് നോയുടെ കൂടെ ചേരുന്നത്. നോയസ് ഔട്ടോ. ഇനി പ്രൊനൗൺസിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കണം കേട്ടോ. മിഷ്, മിയ, സിഷ്, ഈം, ഡേനൻ അങ്ങനത്തെ പ്രൊനൗൺസ് ഉണ്ടല്ലോ. അതായത് ഒരാളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത് ഒരാളെ പറ്റി പറയുമ്പോൾ അയാളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് പ്രൊനൗൺസ്. അപ്പം അതും കുറച്ച് പഠിച്ചിരിക്കാൻ നോക്കുക. ഇത് വളരെ ക്വിക്കായിട്ട് കിട്ടുന്ന പോയിന്റ്സ് ആണ്. നമുക്ക് എന്തായാലും ഗ്രാമർ പഠിക്കാണ്ട് ആരും പരീക്ഷ എഴുതാൻ പോകില്ലല്ലോ. ടൈൽ 2 എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടൈൽ 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെക്സ്റ്റാണ് വിത്ത് ലോട്ട്സ് ഓഫ് ഗ്യാപ്സ്. പിന്നെ അത് മാത്രമല്ല, ഒരു ആൻസറിന് 4 ഓപ്ഷനിൽ നിന്നോ 3 ഓപ്ഷനിൽ നിന്നോ അല്ല നമ്മൾ ചൂസ് ചെയ്യുന്നത്. മൊത്തം 15 ഓപ്ഷൻ തന്ന് അതിനകത്തുനിന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ ഒരു സ്പ്രൗ ബൗസ്റ്റൈൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ 10-15 വാക്കും ഒരുപോലെ ഇരിക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാച്ച് ആവുമെന്ന് തോന്നും. ഞാനൊക്കെ ആദ്യം ചെയ്യുമ്പോൾ ഉപയോഗിച്ച വാക്കിനെ 2-3 വട്ടമൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ വയൽ എവിടെയൊക്കെ വന്നാലും 3 വയൽ ചേരുന്ന പോലെ തോന്നും. അപ്പോൾ ഏതാ കറക്റ്റ് എന്ന് മനസ്സിലാവാറില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്താണ് അത് റെഡിയായത്. പക്ഷേ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മിക്കപ്പോഴും നിങ്ങൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ തന്നെ ഇപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വയലും മിറ്റും അബറും ഒക്കെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതായിരിക്കും. അപ്പം മിക്ക ഓപ്ഷൻസും നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഇപ്പോൾ വയലിൻ്റെ യൂസേജും മിറ്റിൻ്റെ യൂസേജും ഒക്കെ പഠിച്ചു പോയാൽ നമുക്ക് മിനിമം ഒരു 70% കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ വയൽ, ട്രോട്സ് ഡേം, മിറ്റ്, ഷേൺ, ഡേം, aber, als, gegen. ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നതെന്ന് കുറച്ചെണ്ണം ഞാൻ പിക്ക് ചെയ്തിട്ടതാണ്. നമ്മൾ സ്പ്രാഹ് ബൗസ്റ്റൈനിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റീവ് ആൻഡ് അക്യൂസാറ്റീവ് ആയിരിക്കും. പിന്നെ കണക്റ്റേഴ്സിൻ്റെ കൂടെ വരുന്ന വേർഡ് ഓർഡർ ആവാം, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വേർഡ്സ്. ഫോർ എക്സാമ്പിൾ ഡേൻ, ഡേം. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ അക്യൂസാറ്റീവും ഡാറ്റീവും ക്ലിയർ ആയിട്ട് അറിയണം അല്ലേ? അല്ലെങ്കിൽ സൈൻ, ഹാബൻ, ഒബ്വോൾ, ട്രോട്സ് ഡേം. അപ്പം ഇങ്ങനത്തെ വാക്കുകൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. നമ്മൾ ലേസ് ആൻഡ് ഫോക്കസ് ചെയ്തിരുന്നിട്ട് അറിയാത്ത വാക്കും അറിയാത്ത ക്വസ്റ്റൻ എല്ലാം മനസ്സിലാക്കാൻ സമയം എടുത്തെടുത്ത് ലാസ്റ്റ് ഇതിൽ റഷ് ചെയ്ത് ചെയ്യരുത്. അപ്പം എന്തായാലും മുമ്പത്തെ പേപ്പേഴ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആമസോണിലൊക്കെ നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ബുക്സ് കിട്ടും. അപ്പം നിങ്ങൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പ്രാഹ് ബൗസ്റ്റൈൻ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്പോൾ ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ് ഇത് ക്രാക്ക് ചെയ്യാനുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ റീഡ് ദ ഫുൾ ടെക്സ്റ്റ്. അതായത് ഓരോ ലുക്കനും നമ്മൾ നോക്കി പോവാതെ ആദ്യം ഓടിച്ചൊന്ന് വായിക്കുക. എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹൂ ഈസ് റൈറ്റിംഗ്, ആരാണിത് എഴുതുന്നത്, ഫോമലാണോ ഇൻഫോമലാണോ, പിന്നെ ടോപ്പിക് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട്
രണ്ടാമത്തെ സ്റ്റെപ്പിൽ ലുക്ക് ഫോർ ഗ്രാമർ സിഗ്നൽസ്. നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ള ഗ്രാമർ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ സ്റ്റെപ്പ് 3 എന്താണ്? ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. സോൾവ് ഈസി ഗ്യാപ്സ് ഫസ്റ്റ്. ഇപ്പം എസ്പെഷ്യലി ഇൻ ടൈൽ 2, കാരണം എന്താ വെച്ചാൽ 15 ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പം ആദ്യത്തെ ഒരെണ്ണം ഒരു ഗ്യാപ്പ് ഞാൻ കണ്ടു, ഇതെനിക്ക് ഉറപ്പാണ് ഇത് വയലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ വയൽ അവിടെ എഴുതിയിട്ടിട്ട് വയലിന് നൈസായിട്ട് ടിക്ക് ഇടുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അതിനെ നോക്കണ്ട. ഇനി വയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 15 നിന്ന് 14 കുറഞ്ഞ് കിട്ടിയില്ലേ ഓപ്ഷൻസ്. അങ്ങനെ നമ്മൾ അറിയണ ഒരു 3-4 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓപ്ഷൻസ് കുറഞ്ഞു വരും. അപ്പം ദിസ് ഹെൽപ്സ് എലിമിനേറ്റ് റോങ് ഓപ്ഷൻസ്. അതിന് വേണ്ടിയാണ് ഈ ഒരു ഇത് പറഞ്ഞത് കേട്ടോ. ഇനി സ്റ്റെപ്പ് 4 റീഡ് നാച്ചുറലി. ഈ നമുക്ക് അറിയണ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗസ് ചെയ്ത് ഫില്ല് ചെയ്ത് കുറച്ചും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുക, നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടോ. ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് 1-2 എണ്ണം ശരിയായില്ലല്ലോ എന്ന് തോന്നും. കാരണം നമ്മൾ ഇതേ സെൻറ്റൻസ് ഇതേ ഗ്രാമർ ഉള്ളത് എവിടെയെങ്കിലുമൊക്കെ വായിച്ച് കാണും പഠിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് തോന്നും ഇതല്ല, അങ്ങോട്ട് മാറ്റി എഴുതാൻ തോന്നും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി നിങ്ങൾ എന്തായാലും ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മുടെ B1 പാസ്സാവാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ സ്പ്രാവ് ബൗസ്റ്റൈൻ. അപ്പം ഈ ഒരു സെക്ഷൻ ക്രാക്ക് ചെയ്യാനും നല്ല പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്? നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. വേർബ് പ്ലസ് പ്രപ്പോസിഷൻ കോമ്പിനേഷൻസ്, കൺജങ്ഷൻസ്, ഡാറ്റീവ് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻസ് ആൻഡ് വേർഡ് ഓർഡർ ആഫ്റ്റർ കണക്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിട്ട് പോവുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് വിത്ത് സ്പ്രാവ് ബൗസ്റ്റൈൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും cheers.